ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു എള്ളവലുണ്ടയുടെ റെസിപ്പിയാണ്. കറുത്ത എള്ളിന് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കും. കാൽസ്യം, പ്രോട്ടീൻ, അയൺ, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പോഷകങ്ങളും നമുക്ക് എള്ളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവും കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 250 കപ്പിന് 1/4 കപ്പ് കറുത്ത എള്ളെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. എള്ളിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ടും ഒന്ന് കളഞ്ഞെടുക്കണം. ഒരുപാട് സമയം നമ്മൾ എള്ള് ഇതുപോലെ വെക്കരുത്. വെള്ളം പോയതിൻ്റെ ഉടനെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എള്ള് കുതിർന്നു പോകും. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എള്ള് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ എള്ളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. എള്ള് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് രുചി ഉണ്ടാവും. എള്ള് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇട്ട് വറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എള്ള് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എള്ള് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കാം. ഇനി ഒരുപാട് സമയത്ത് വറുത്തെടുക്കരുത്. ഇനി ഈ എള്ള് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാൻ്റെ ചൂട് കൊണ്ട് എള്ള് കരിഞ്ഞു പോകും. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 250 കപ്പിന് 1/4 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ള അവൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഈ ഒരു മട്ട റൈസിൻ്റെ അവലെടുക്കുമ്പോഴാണ്. ഇനി ഇതും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അവലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് സമയം ഇട്ടിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ആ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് നമുക്ക് ഈ അവൽ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ അവലും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഈ എള്ളിൻ്റെ ആ വലിയ ചൂടെല്ലാം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. ഈ എള്ള് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മൾ ഇതുപോലെ എള്ള് പൊടിച്ചെടുക്കാൻ. എള്ള് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും എണ്ണ ഇറങ്ങി വരും. അതുകൊണ്ട് ഇതുപോലെ തരിയായിട്ട് വേണം നമ്മൾ എള്ള് പൊടിച്ചെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ തരിയോടുകൂടി ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്തെടുത്ത ആ അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് പൊടിച്ചെടുക്കണം. അവലും ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറിയ തരിതരിപ്പോട് കൂടി വേണം അവലും പൊടിച്ചെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഈ അവലും ഞാൻ ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം കണ്ടില്ലേ, ഞാൻ അവൽ ഈ ഒരു പാകത്തിനാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മളെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്യാഷ് ഒന്ന് വറുത്തെടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നിലക്കടല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം 2ആയിട്ടൊന്ന് പിളർത്തിയെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് പൊടിക്കാതെ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം.
അതിനായിട്ട് ഇതാ ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ശർക്കര നമുക്ക് നന്നായിട്ട് ഉരുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ മിക്സിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ ആദ്യം പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ പകുതി ആദ്യം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പാകത്തിന് വേണം നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കിയെടുത്ത ശർക്കരപ്പാനി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ 1/4 കപ്പ് ശർക്കരപ്പാനി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇതിൻ്റെ ആ വലിയ ചൂടൊന്ന് ആറുന്നവരെ മാറ്റി വെക്കാം. അങ്ങനെ ഇതിൻ്റെ ആ വലിയ ചൂടങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുത്തിട്ട് ഉരുട്ടാൻ പറ്റിയ ഒരു ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇതിപ്പം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് കേടായി പോകുന്നില്ല. ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള എള്ള അവലുണ്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.